നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റം വരുന്ന തരത്തിൽ ചരക്കു സേവന നികുതിയുടെ ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ സ്ലാബുകൾക്കും നിരക്കുകൾക്കും ഇന്നലെ ചേർന്ന GST കൗൺസിൽ യോഗമാണ് അംഗീകാരം നൽകിയത്. എങ്ങനെയാണ് ഈ GST ഘടനയിലും നിരക്കിലും മാറ്റം വരുന്നത്? നമ്മുടെ നിത്യ ചെലവിനെ അതെങ്ങനെ ബാധിക്കും? ആര്യ വിശദീകരിക്കും. GSTയിൽ അടിമുടി പരിഷ്കരണം വന്നിരിക്കുകയാണ്. ചരക്ക് സേവന നികുതിക്ക് ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമായിരിക്കും. 12% 28% ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഉണ്ടാവുക 5%-ന്റെയും 18%-ന്റെയും സ്ലാബുകൾ മാത്രമായിരിക്കും. എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ? ആഡംബര വസ്തുക്കൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 40% നികുതി. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കുറയും. അതായത് ടൂത്ത് പേസ്റ്റിനും ബ്രഷിനും വില കുറയും. ഇതുവരെ 18% GST, അത് 5% കുറയും. അതോടൊപ്പം ഹെയർ ഓയിൽ, ഷാംപൂ, സോപ്പ്, ഷേവിംഗ് ക്രീം ഇവയ്ക്കും വില കുറയും. 18 നിന്ന് 5% GST. അതോടൊപ്പം തിളപ്പിച്ച് സംസ്കരിച്ച UHT പാലിനും ഇനി GST ഉണ്ടാകില്ല. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും എന്നുള്ള സന്തോഷ വാർത്തയാണ്. 12 നിന്ന് 5% നികുതി കുറയും. ഇനി ആരോഗ്യ രംഗത്തേക്ക് വന്നാൽ അവിടെയും ചെലവ് കുറയാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനെയും GSTയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടറിനും ഗ്ലൂക്കോമീറ്റർ, പരിശോധനാ കിറ്റുകൾ ഇവയ്ക്കൊക്കെ വില കുറയാൻ പോവുകയാണ്. 12% നിന്ന് 5%-ലേക്ക് നികുതി താഴുന്നു. തെർമോമീറ്ററിനും വില കുറയും. 18 നിന്ന് 5% നികുതി കുറയും. അതോടൊപ്പം ഈ കാഴ്ച ശരിയാക്കാനുള്ള കണ്ണടകൾക്കും വില കുറയാൻ പോവുകയാണ്. നികുതി 5% ഇനി മുതൽ. വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ അവിടെയും വലിയ ആശ്വാസ വാർത്തയാണ്. നികുതി ഇളവുണ്ട്. ചില വിദ്യാഭ്യാസ ഉൽപ്പന്നങ്ങളിൽ GST ഒഴിവാക്കുകയാണ്. പെൻസിൽ, ഷാർപ്പനറുകൾ, ഇറേസറുകൾ, ക്രയോണുകൾ ഇവയ്ക്ക് ഇനി നികുതി ഉണ്ടാവില്ല. പകർത്ത് ബുക്കുകൾക്കും നോട്ട് പുസ്തകങ്ങൾക്കും നികുതി ഉണ്ടാകില്ല. മാപ്പുകൾ, ചാർട്ടുകൾ, ഗ്ലോബുകൾ ഇവയ്ക്കും ഇനി മുതൽ നികുതി ഉണ്ടാകില്ല. ഇനി കാർഷിക മേഖലയിലേക്ക് വന്നാൽ അവിടെയും ഉണ്ട് കേട്ടോ നേട്ടം. ട്രാക്ടറുകളുടെയും ടയറുകളുടെയും യന്ത്രഭാഗങ്ങൾക്ക് GST കുറച്ചിരിക്കുകയാണ്. 18 നിന്ന് 5 അതോടൊപ്പം ജൈവ കീടനാശിനികൾക്കും ജലസേചന ഉപകരണങ്ങൾക്കും ഇനി മുതൽ വില കുറയും. 12 നിന്ന് 5% നികുതി താഴ്ത്തി. കാർഷിക ആയുധങ്ങൾക്കും വില കുറയാൻ പോവുകയാണ്. വാഹനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്ന ആളുകൾക്കും സന്തോഷ വാർത്തയാണ്. വാഹനങ്ങൾക്കും വില കുറയാൻ പോവുകയാണ്. 1200 cc വരെയുള്ള പെട്രോൾ, ഹൈബ്രിഡ്, ഗ്യാസ് കാറുകൾക്ക് 28% ഇന്ന് വരെ ഉണ്ടായിരുന്ന നികുതി. അത് കുറഞ്ഞ് 18 ആകും. 1500 cc വരെയുള്ള ഡീസൽ ഹൈബ്രിഡ് കാറുകൾക്കും നികുതി കുറയുകയാണ്. 28 നിന്ന് 18%. അതോടൊപ്പം 330 cc വരെയുള്ള ബൈക്കുകൾ, അതോടൊപ്പം ഓട്ടോകൾ ഇവയ്ക്കും നികുതി കുറയുകയാണ്. 28% അതാണ് ഒറ്റയടിക്ക് 18%-ലേക്ക് താഴുന്നത്. ചരക്ക് വാഹനങ്ങൾക്കും വില കുറയും. GST പരിഷ്കരണം ഇടത്തരക്കാർക്ക് വലിയ നേട്ടമാണ്. ചില ഇനം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST കുറച്ചിട്ടുണ്ട്. AC, 32 ഇഞ്ചിന് മുകളിലുള്ള TV, മോണിറ്ററുകൾ, പ്രൊജക്ടറുകൾ, ഡിഷ് വാഷറുകൾ ഇവയുടെയൊക്കെ GST 28 നിന്ന് 18% ആക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള പാൽക്കുപ്പി, നാപ്കിൻ, അതോടൊപ്പം മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ ഇവയ്ക്കും 12% ഇതുവരെയുള്ള നികുതി. അത് ഒറ്റയടിക്ക് 5%-ന്റെ സ്ലാബിലേക്ക് വരികയാണ്. തയ്യൽ മെഷീനും അതോടൊപ്പം അതിന്റെ ഭാഗങ്ങൾക്കും നൂലുകൾക്കും ഒക്കെ ഇനി വില കുറയും. വില കൂടുന്ന വസ്തുക്കളുമുണ്ട് GST പരിഷ്കരണത്തിൽ. പുകയില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. പുകയില ഉൽപ്പന്നങ്ങൾക്ക് GSTയും സെസ്സും അടക്കം ഇനി 40% നികുതി. പുകയിലയ്ക്കും സിഗരറ്റ്, ഗുഡ്ക, പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. ഇതുവരെ 28% നികുതി 40% ഉയർത്തിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ട സിൻ ഗുഡ്സിലേക്ക് കോളകളും എത്തുകയാണ്. കോളകൾക്കും വില കൂടും. 28% ഒറ്റയടിക്ക് 40% ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾക്കും ആഡംബര വാഹനങ്ങൾക്കും സെസ് 40% ആക്കിയിട്ടുണ്ട്. ഈ മാറ്റിയ GST പരിഷ്കരണം ഈ മാസം 22 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക.